നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് ലിവിങ് ടുഗദർ എന്നതിനെക്കുറിച്ചായിരുന്നു ഞാൻ സംസാരിച്ചത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ ഈ പ്രകൃതിയിൽ വ്യത്യസ്തതയുണ്ട്. എല്ലാവരും വ്യത്യസ്തരാണ്. ഒരാളെപ്പോലെയല്ല മറ്റൊരാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിലേക്കൊരു ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അത് പണത്തിൻ്റെ പേരിലോ സാമൂഹ്യ പദവിയുടെ പേരിലോ ജോലിയുടെ പേരിലോ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കത് എങ്ങനെ അവസാനം വരെ കൊണ്ടുപോവേണ്ട ഒരു ബന്ധമാണ്, നമ്മുടെ മരണം വരെ കൂടെ കൊണ്ടുപോവേണ്ട ഒരു ബന്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം സ്ത്രീയായാലും പുരുഷനായാലും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ഈ പ്രകൃതി എന്ന് പറയുന്നത് വ്യത്യസ്തത നിറഞ്ഞതാണ്. അപ്പോഴേ അതിനൊരു ഭംഗിയുള്ളൂ. ചെടികളിലെ പൂക്കൾ വ്യത്യസ്ത നിറത്തിലുള്ളതാകുമ്പോഴാണ് ഒരു പൂന്തോട്ടത്തിന് ഭംഗി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരേ നിറത്തിലുള്ള മഞ്ഞപ്പൂക്കൾ അല്ലെങ്കിൽ ഒരേ നിറത്തിലുള്ളതാണ്, വ്യത്യസ്ത നിറത്തിലുള്ളത് കാണുമ്പോഴാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നുന്നത്? അത് ഒരേ നിറത്തിലുള്ള ഒരു പൂന്തോട്ടം കാണുമ്പോഴാണോ? തീർച്ചയായിട്ടും വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞ ഒരു പൂന്തോട്ടം ആയിരിക്കും നമുക്ക് കൂടുതൽ കണ്ണിന് കുളിർമ നൽകുന്നത്. അതുപോലെ തന്നെയാണ് വ്യത്യസ്ത സ്വഭാവവും മനുഷ്യരിലുണ്ട്. നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. വൃക്ഷങ്ങളിലെ പഴങ്ങളെ ഇപ്പോൾ ചക്ക മാത്രം കഴിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റൂ? അപ്പോൾ എല്ലാ പഴങ്ങളും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ, സമൂഹത്തിലല്ല, നമ്മുടെ പ്രകൃതിയിൽ. അപ്പോൾ അതുപോലെ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. വൃക്ഷങ്ങളിലെ പഴങ്ങളും വ്യത്യസ്ത നിറത്തിലും രുചിയിലും ഉള്ളവയാണ്. അതാണ് നമുക്ക് സന്തോഷം തരുന്നത്. അതുപോലെ വ്യക്തികളിലും വ്യത്യസ്തത ഭംഗി ഉണ്ടാക്കേണ്ടതാണ്. അല്ലാതെ ഒരേപോലെയുള്ള സ്വഭാവം എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരു സൗന്ദര്യം ഉണ്ടാവില്ല. നല്ലതാണെന്ന് പറയുന്ന ചില സ്വഭാവങ്ങളുണ്ടല്ലോ, അത് മാത്രമല്ല മോശ സ്വഭാവങ്ങളുള്ള അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുമായി മാച്ച് ചെയ്യുന്ന സ്വഭാവമുള്ളവരെ തിരഞ്ഞെടുക്കുക ജീവിത പങ്കാളിയായിട്ട്. നമുക്കിഷ്ടമല്ലാത്ത സ്വഭാവമുള്ള ആളുകളുമായി ചേർന്ന് പോകുന്ന ആ സ്വഭാവക്കാർ വേറെ ഉണ്ടാകും. അങ്ങനെയാണല്ലോ. വ്യത്യസ്ത സാംസ്കാരിക സാമൂഹ്യ പശ്ചാത്തലത്തിൽ ജീവിച്ചു വന്ന രണ്ടുപേർ ഒന്നിച്ച് ജീവിക്കേണ്ടി വരുന്നൊരു കരാറാണ് വിവാഹം എന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം അറിഞ്ഞ് വിവാഹം കഴിക്കുക. പണത്തിനും സാമൂഹിക പദവിക്കും ജാതക ചേർച്ചയ്ക്കും അപ്പുറം ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ജീവിത രീതികളും ആയിരിക്കണം മാനദണ്ഡം. ജീവിതത്തിൽ ഒത്തുപോകാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരിൽ ഭൂരിഭാഗം പേരുടെയും പ്രശ്നങ്ങൾ സ്വഭാവ രീതി തന്നെയാണ്. അത് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നതുമാണ്, അല്ലേ? ഒരാളുടെ സ്വഭാവം നമുക്കൊരു 3-4 മാസം അല്ലെങ്കിൽ 5-6 മാസം സംസാരിച്ച് കഴിയുമ്പം എത്രയെന്ന് വെച്ചിട്ട് ഒരാൾ അയാളുടെ യഥാർത്ഥ സ്വഭാവം പ്രകടമാക്കാതിരിക്കും. അപ്പോൾ അത്രയെങ്കിലും ഒരു സമയം എടുത്തിട്ട് വേണം ഒരു വിവാഹം കഴിക്കാൻ. ഭക്ഷണ രീതിയിലെ വ്യത്യാസം പോലും വിവാഹമോചനത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ അത് നേരത്തെ അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പം നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, വെജിറ്റേറിയൻ കഴിക്കുന്നവരുണ്ട്. ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല, നോൺ വെജ് കഴിക്കാത്ത ആളുകളെ നോൺ വെജ് ഇഷ്ടപ്പെടുകയും അത് കഴിക്കുകയും ചെയ്യുന്ന ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേറെ എല്ലാം ഓക്കെ, എന്നാൽ പിന്നെ വെജിറ്റേറിയൻ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി മാറുന്നത്. അപ്പം നമ്മൾ ഏറ്റവും വലിയ ഇഷ്ടമാണ് ഒരു ഭക്ഷണം എന്നുള്ളതാണെങ്കിൽ അത് തന്നെ മതി ഒരു വിവാഹമോചനത്തിന് കാരണമാവാൻ. അപ്പോൾ ബാക്കി എല്ലാ സൈഡും ഓക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാതെ നമുക്ക് ഇതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ആണ് ശ്രമിക്കേണ്ടത്. അതുപോലെ വസ്ത്രധാരണം, ഭാഷ, പ്രദേശം ഇതെല്ലാം പരസ്പരം ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റുന്ന കാര്യവുമാണ്. വിവാഹശേഷം മാറ്റിയെടുക്കാമെന്ന് കരുതി സാമൂഹിക പശ്ചാത്തലം ഒരുപോലെയാണ് എന്നതുകൊണ്ട് വിവാഹിതരായി അസന്തുഷ്ടരായി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ വിവാഹത്തിന് മുമ്പ് സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അറിഞ്ഞ് വിവാഹിതരാകുന്നത്.
ഇപ്പോൾ ഭാഷ, ഇപ്പോൾ കേരളത്തിൽ തന്നെ 14 ജില്ലയിൽ 14 തരത്തിലാണ് മലയാളം സംസാരിക്കുന്നത്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതിന് കാരണമാവുകയാണെങ്കിൽ നമുക്ക് നമ്മളുമായിട്ട് ഒത്തുപോകുന്ന, നമ്മുടെ ഭാഷ അംഗീകരിക്കുന്ന, നമ്മുടെ സ്വഭാവ രീതികൾ അംഗീകരിക്കുന്ന, വസ്ത്രധാരണ രീതി അംഗീകരിക്കുന്ന ആളുകളെ തന്നെ നമ്മൾ കല്യാണം കഴിക്കണം. വിവാഹശേഷമുള്ള പെൺകുട്ടികളുടെ ആത്മഹത്യാ വാർത്തകൾ പത്രങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകാൻ ഇത്ര പവൻ ഞാൻ എൻ്റെ മകൾക്ക് തരുമെന്ന് പറഞ്ഞ് കല്യാണം ഉറപ്പിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അയൽ വീട്ടിലെയോ ബന്ധുക്കളുടെയോ പെൺകുട്ടികളുടെ കല്യാണത്തിന് എത്ര പവൻ കൊടുത്തെന്ന് ചോദിക്കാതിരിക്കണം. മകളുടെ വിവാഹത്തിന് തിടുക്കം കൂട്ടാതിരിക്കണം. പരിചയക്കാരുടെയും ബന്ധുക്കളുടെയും മകളുടെ വിവാഹം നോക്കുന്നില്ലേ, വിവാഹമായോ എന്നീ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി മടുക്കാതിരിക്കാൻ വേണ്ടി മകളെ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കാതിരിക്കണം. വരൻ്റെ വീട്ടുകാർ സ്വർണവും വീടും കാറും ചോദിച്ച് വിവാഹ ഉടമ്പടി വയ്ക്കാൻ വരുന്നുണ്ടെങ്കിൽ മാന്യമായി അവർക്ക് തരാൻ ഇവിടെ പെണ്ണില്ല എന്ന് പറയണം. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകൾക്ക് നിങ്ങൾ വില നിശ്ചയിക്കേണ്ടതില്ല എന്ന് സ്നേഹത്തോടെ മര്യാദയോടെ തന്നെ പറഞ്ഞ് അവരെ ഒഴിവാക്കണം. ഭൂസ്വത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ കണക്ക് പറയുന്നുണ്ടെങ്കിൽ അവരെയും ഒഴിവാക്കണം. മകളുടെ ഭർത്താവായി വരേണ്ട പുരുഷൻ മാത്രമായിരിക്കണം മാനദണ്ഡം. കുടുംബക്കാർ പാരമ്പര്യമുള്ളവരാണോ, പാരമ്പര്യമായി ഭൂസ്വത്തുള്ളവരാണോ എന്നതാവരുത് മകളെ വിവാഹം കഴിപ്പിക്കുന്നതിനുള്ള അളവുകൾ. ഒരു വ്യക്തി എന്ന നിലയിൽ സംസ്കാരമുള്ളവനാണോ എന്ന് മകൾ തന്നെ തീരുമാനിക്കട്ടെ. അവരാണ് ഒന്നിച്ച് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഗുണവും ദോഷവും തീരുമാനിക്കേണ്ടതും തീർപ്പ് കൽപ്പിക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്തമാണ്. മകൻ വ്യക്തി എന്ന നിലയിൽ പൂജ്യമാണെങ്കിൽ പാരമ്പര്യമായി ലഭിച്ച അവകാശങ്ങൾക്കൊന്നും സ്ഥാനമില്ലെന്നറിയുക. ചില ആളുകളുണ്ട്, ഒരു മാനസിക രോഗിയോ അല്ലെങ്കിൽ മന്ദബുദ്ധിയോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് പണമുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ജീവിച്ചു കൊള്ളുമെന്ന് കരുതി പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ കല്യാണം കഴിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കാരണം അപ്പുറത്ത് പണമില്ല, ഇപ്പുറത്ത് പണമുണ്ട്. അപ്പോൾ ആ പണം കൊണ്ട് ഇതിനെ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി പണമില്ല എന്നുള്ള കാരണത്താലാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അത് വേണ്ടാന്ന് വെക്കേണ്ടതാണ്. അതല്ല, എനിക്ക് പണം ഉണ്ടെങ്കിലും ഞാൻ ഈ ആളെ തന്നെ കല്യാണം കഴിക്കും എന്നുള്ള രീതിക്കാണെങ്കിൽ അത് ശരിയാണ്, ഓക്കെ. ഇപ്പം നമുക്ക് രോഗം ഉണ്ടാവുന്നത് നമ്മുടെ തെറ്റല്ല. അപ്പം അങ്ങനെ ജനിക്കുന്നത് അംഗവൈകല്യമോ അല്ലെങ്കിൽ ആ തരത്തിലോ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമോ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നമോ ഒക്കെ ഉണ്ടാവുന്നതും ആരുടെയും തെറ്റല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് കല്യാണം കഴിക്കാൻ അങ്ങനെ ഒരു പണം മാനദണ്ഡമായിട്ട് ആവുന്ന സമയത്ത് അത് ഒരു പ്രശ്നമാണ്. പണമില്ലാത്തത് കൊണ്ട് വിലയ്ക്ക് വാങ്ങാം, ഞങ്ങൾക്ക് പണമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ സഹിച്ചു കൊള്ളും എന്ന് വിചാരിച്ചാവരുത് അങ്ങനെയുള്ളൊരു ബന്ധത്തിനുമായി മുന്നോട്ട് പോകേണ്ടത്. ഞാൻ പറഞ്ഞതിൽ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും ഒരു ഇതല്ല, എന്താ പറയുക, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒന്നും ഒരു തെറ്റല്ല. പക്ഷേ കല്യാണം കഴിക്കുമ്പോൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഏർപ്പാടുണ്ട്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാവുന്ന സമയത്ത് അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി കുറഞ്ഞ വീട്ടിലൊരു കുട്ടിയാണെങ്കിൽ എല്ലാം സഹിച്ചു കൊള്ളും എന്ന് വിചാരിക്കുന്ന സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറേണ്ടതാണ്. അതല്ല മാനദണ്ഡം. ഒരാളുടെ അഭിമാനം എന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ അഭിമാനത്തെ പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം തിരിച്ചറിയേണ്ടതാണ്. സ്വർണത്തിൻ്റെയും ഭൂമിയുടെയും വിലയ്ക്കനുസരിച്ച് പറഞ്ഞുറപ്പിക്കുന്ന ഒരു വ്യക്തിയെയും ജീവിതത്തിലേക്ക് ക്ഷണിക്കില്ലെന്ന് ഉറപ്പിക്കാൻ പെൺകുട്ടികൾക്ക് സാധിക്കണം. സ്ത്രീധനം കൊടുക്കാതിരിക്കുകയും അങ്ങനെ കൊടുക്കുന്ന വിവാഹമാണ് എന്ന അറിവുള്ള വിവാഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് കഴിയണം. സ്വന്തം മക്കളുടെ ജീവനും അവർ ജീവിക്കേണ്ട ജീവിതത്തിനും സ്വർണ്ണപ്പണിക്കാർ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഉണ്ടാക്കി വയ്ക്കുന്ന ആഭരണത്തേക്കാൾ വിലയുണ്ടെന്ന് അറിയുക. അഭിമാനമാണ് ഏറ്റവും വലുത് എന്ന് ഓരോ പെൺകുട്ടിയും മനസ്സിലാക്കേണ്ടതാണ്. മകനെയും മകളെയും ഒരു വ്യക്തിയായി കാണാതെ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന മാതാപിതാക്കൾ തികഞ്ഞ പരാജയമാണെന്ന് തിരിച്ചറിയണം. സ്വന്തം മക്കളാണെങ്കിലും അവർക്ക് അവരുടേതായ മനസ്സും ചിന്തയും ഉണ്ട്. അത് അംഗീകരിക്കണം. മാതാപിതാക്കളുടെ നടക്കാതെ പോയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള യന്ത്രങ്ങളല്ല മക്കൾ. അവരിലൂടെ നിങ്ങൾക്ക് സന്തോഷിക്കാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സന്തോഷമായിരിക്കണം നിങ്ങളുടെയും സന്തോഷം. മക്കളുടെ സന്തോഷം തല്ലിക്കെടുത്തി അവരുടെ അഭിനയിക്കുന്ന മുഖം കണ്ട് സന്തോഷിക്കുകയാണെങ്കിൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടാവില്ല. അവരുടെ സ്നേഹം അനുഭവിച്ച് അവരുടെ ആത്മാർത്ഥമായ സന്തോഷം കണ്ട് ജീവിക്കണമെങ്കിൽ മക്കളെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്കുള്ള ഉപകരണങ്ങളാക്കാതിരിക്കണം.
മക്കളുടെ സ്വാതന്ത്ര്യവും സ്വപ്നവും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അയൽക്കാരെയും ബന്ധുക്കളെയും സമാധാനിപ്പിക്കാൻ വേണ്ടി തകർക്കാതിരിക്കണം. വിവാഹത്തെക്കുറിച്ച് ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യം അവസാനിക്കണമെങ്കിൽ ആരോടും വിവാഹമായില്ലേ എന്ന് ചോദിക്കില്ല എന്ന് സ്വയം തീരുമാനമെടുക്കണം. ആ ചോദ്യം ചോദിക്കുന്നവർക്ക് സന്തോഷം നൽകുന്നുണ്ടാവണം, പക്ഷെ കേൾക്കുന്നവർക്ക് അത്ര സുഖം തരുന്ന ഒന്നല്ലെന്ന് സത്യം അറിയണം. അത് രക്ഷിതാക്കളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊപ്പം നിൽക്കാൻ വേണ്ടി കടം വാങ്ങി മകളെ കൊലയ്ക്ക് കൊടുക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാകുന്നു. ഇനി അത് വേണ്ടെന്ന് തീരുമാനമെടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കട്ടെ. ഒരു പെൺകുട്ടി മറ്റൊരു വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കു മുമ്പിലും പങ്കുവയ്ക്കാൻ സാധിക്കാത്ത ദുഃഖങ്ങളുടെ ഭാരവുമായിട്ടായിരിക്കും എന്ന സത്യം തിരിച്ചറിയുക. ആ സ്ഥാനത്ത് സ്വന്തം മകൾ നിൽക്കാതിരിക്കണമെങ്കിൽ വിവാഹത്തിന് മുമ്പ് ചിന്തിക്കണം. ചുറ്റും നടക്കുന്ന വാർത്തകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ കഴിയണം. ആരുടെയും സന്തോഷം കളയാൻ ആർക്കും അവകാശമില്ല. അത് സ്നേഹത്തിൻ്റെ പേരിലായാലും. മക്കളെ മനസ്സിലാക്കി അവരുടെ താല്പര്യങ്ങൾക്കൊപ്പം തന്നെ നിന്ന് അവരുടെ സന്തോഷം ഇരട്ടിയാക്കുന്ന മാർഗമാണ് രക്ഷിതാക്കൾ ഒരുക്കേണ്ടത്. അല്ലാതെ നിർബന്ധിച്ച് അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്ന് വിവാഹം പോലെയുള്ള ദീർഘകാലം മുന്നോട്ട് പോകേണ്ട ബന്ധത്തിന് ഒരുങ്ങരുത്. വിവാഹബന്ധം പ്രതീക്ഷിച്ച പോലെ സുന്ദരമായില്ലെങ്കിൽ പരിഹാരം ആത്മഹത്യയല്ല. ആത്മഹത്യ ചെയ്യാൻ മനുഷ്യനല്ലാതെ ഈ ഭൂമിയിൽ മറ്റൊരു ജീവിക്കും സാധ്യമല്ല. അതുകൊണ്ട് സ്വാഭാവിക മരണം തന്നെയാണ് പ്രകൃതി നിയമം. അങ്ങനെ പ്രകൃതിക്കനുസരിച്ച്, പ്രകൃതിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, താളത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നമുക്ക് വിവാഹപ്രായമായി എന്ന് സമൂഹം ചിന്തിക്കുന്ന പ്രായത്തിലല്ല ഒരാൾ വിവാഹം കഴിക്കേണ്ടത്. നമുക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും നമുക്ക് മറ്റൊരാളെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കാനും സാധിക്കുന്നത് എപ്പോഴാണോ അതായിരിക്കണം ഓരോരുത്തരുടെയും വിവാഹപ്രായം. അതിൽ സ്ത്രീധനത്തിനോ പണത്തിനോ അല്ല പ്രാധാന്യം നൽകേണ്ടത്. ആത്മാഭിമാനം പണയം വയ്ക്കാതെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം മാത്രമേ സന്തോഷം തരൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ള ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ജീവിതം ഒരിക്കലും ഒരാൾക്കും സുഖം തരില്ല. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജീവിതം സന്തോഷകരമായിട്ട് എങ്ങനെ ജീവിക്കാം, അത് വേറൊരാളുടെ സന്തോഷമായിരിക്കില്ല, മറ്റൊരാൾക്ക് എൻ്റെ സന്തോഷമായിരിക്കില്ല ഈ വീഡിയോ കേൾക്കുന്ന വേറൊരാൾക്കുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ആര് കേൾക്കുകയാണെങ്കിലും ആരുടെ സന്തോഷമാണെങ്കിലും ആ സന്തോഷത്തിന് ഒപ്പം നിൽക്കാൻ ഈ ആൾ എനിക്കൊരു കൂട്ടായി നിൽക്കും എന്ന് തോന്നുന്ന ഒരാളെ തന്നെ ആയിരിക്കണം വിവാഹ ജീവിതത്തിന് പങ്കാളിയായി തിരഞ്ഞെടുക്കേണ്ടത്. പരസ്പരം മനസ്സിലാക്കുന്നിടത്തോളം എല്ലാ ബന്ധങ്ങളും മനോഹരമാണ്. അവിടെ നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്കിഷ്ടമല്ലാത്ത കാര്യത്തോട് നോ പറയാൻ സാധിക്കും. ഇഷ്ടമുള്ള കാര്യമാണ്, എനിക്കിത് ചെയ്യണം എന്നും പറയാൻ സാധിക്കും. അതല്ലാത്തിടത്താണ് ഈ പ്രശ്നങ്ങളും അതല്ലെങ്കിൽ അനുസരണക്കേട്, മറ്റ് സംസ്കാരമില്ലായ്മ എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത്. വളർത്തു ദോഷം എന്നൊക്കെ ആയിരിക്കും പിന്നീട് പറയുക. പക്ഷെ അതല്ല, അവിടെ രണ്ടുപേർക്കും ബഹുമാനം ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും അഭിപ്രായമുണ്ടെന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിക്കും. അങ്ങനെ സാധിക്കുന്നിടത്താണ് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുന്നത്. കുടുംബനാഥൻ്റെ ഇഷ്ടം അനുസരിച്ച് മാത്രം ജീവിക്കേണ്ട ഒരു അവസ്ഥ പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളുടേതായ രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ കുട്ടിയാണ്, നീ ചെറുതാണ്, മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ആ പഴയ കാലം തന്നെ തുടരാൻ ഇന്ന് സാധ്യമല്ല. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ജനറേഷൻ മാറുകയാണ്. പഴയ കാലം എന്ന് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ ആളുകളെല്ലാം അവസാനിച്ച് പുതിയ തലമുറ വളരുന്ന രീതിക്കനുസരിച്ച് നമ്മുടെ കുട്ടികൾ സ്വതന്ത്ര ചിന്താഗതിക്കാരായി ഉത്തരവാദിത്വ ബോധം ഏറ്റെടുത്ത് ജീവിക്കാൻ പ്രാപ്തി നേടിയിട്ടില്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും. അപ്പം അതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പം അങ്ങനെ കുടുംബം ഒരു രണ്ടുപേരും ഒന്നിച്ചുണ്ടാക്കുന്നത് വിവാഹത്തിലൂടെ ഉണ്ടാകുന്നതാണല്ലോ ഒരു പുതിയ കുടുംബം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരേ ചിന്താഗതിക്കാരായിരിക്കണം കല്യാണം കഴിക്കേണ്ടത്. അല്ലാതെ ഒരാൾ 19-ാം നൂറ്റാണ്ടിലും മറ്റേയാൾ 21-ലോ അല്ലെങ്കിൽ 22-ലോ ജീവിക്കുന്ന ഒരാളുമായി കഴിഞ്ഞാൽ ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. രണ്ടുപേരും കാഴ്ചപ്പാടിൽ സമൂഹം അതിനെ എതിർക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം മോഷണമോ അല്ലെങ്കിൽ കൊലപാതകമോ ബലാത്സംഗമോ പോലെയുള്ള കുറ്റകൃത്യങ്ങളോ ഒന്നും അല്ലല്ലോ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്.
അപ്പോൾ അത് രണ്ടുപേർക്കും ഒരേപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് ഭക്ഷണം, വസ്ത്രം, അടിസ്ഥാന കാര്യങ്ങളെങ്കിലും ഒരേപോലെ ചിന്താഗതിക്കാരാണെങ്കിൽ മാത്രം ആ ബന്ധം തിരഞ്ഞെടുക്കുക. അത്യാവശ്യം വേണ്ട. അതിന് പണമോ അല്ലെങ്കിൽ സാമൂഹ്യ പദവിയോ ഒന്നുമല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഒരുമിച്ച് ജീവിച്ചു പോകുന്ന സമയത്ത് ചിന്താഗതി, ചിന്തിക്കുന്ന രീതി, കാഴ്ചപ്പാട്, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ അതിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ വിവാഹ ജീവിതത്തിന് മുതിരുകയാണെങ്കിൽ കോടതി കയറി ഇറങ്ങേണ്ട ആവശ്യം വരില്ല. അതല്ലാതെ സാമൂഹ്യ പദവിക്കും സ്വത്തിനും പണത്തിനും സൗന്ദര്യത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വിവാഹങ്ങളാവുമ്പോഴാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസം. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളാണ് വിവാഹമോചനത്തിന് കാരണമാവുന്നത്. അല്ല പഴയ പണം നഷ്ടപ്പെട്ടു പോയതല്ല, സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയതല്ല, ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒത്തുപോകാൻ പറ്റാത്തത് എവിടെയാണ്? സാമ്പത്തികം കുറഞ്ഞു പോയത് കൊണ്ടല്ല, അവർക്ക് രണ്ടുപേർക്കും ചിന്താഗതിയിലുള്ള, കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അത് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതും മനസ്സിലാക്കിയിട്ട്